Good morning all. Last day നമ്മൾ എടുത്തത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ വിവിധ ഫോംസ് ആയിരുന്നു. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടുള്ളതും എസ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഇനിയുള്ളത് കൺവല്യൂഷൻ മെത്തേഡിൽ ഇൻവേഴ്സ് കാണുന്നത്. അതിൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള വേറൊരു മെത്തേഡാണ് കൺവല്യൂഷൻ മെത്തേഡ്. ഇത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രോഡക്റ്റ് എഫ് ഓഫ് എസ് ജി ഓഫ് എസ് അങ്ങനെ രണ്ട് പ്രോഡക്റ്റായിട്ട് ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ കൺവല്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പാർഷ്യൽ പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ ഏത് മെത്തേഡിൽ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യാൻ കിട്ടാത്ത പ്രോബ്ലം, പിന്നെ എസ് ഫംഗ്ഷൻ്റെ പ്രോബ്ലം വെച്ചിട്ട് ചെയ്യാൻ കിട്ടാത്ത പ്രോബ്ലം ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് മിക്കവാറും പ്രോബ്ലമൊക്കെ. അപ്പോൾ ഇതിൽ എഫ് ഓഫ് എസ് ജി ഓഫ് എസ് എന്ന രീതിയിൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, ഒരു എസ് ഫംഗ്ഷൻ, ജി ഓഫ് എസ് വേറൊരു എസ് ഫംഗ്ഷൻ. അതിൻ്റെ രണ്ടിൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം, എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി. അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ കൺവല്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളതിന് ഉപയോഗിക്കുന്നത് എഫ് ഓഫ് എസ് ജി ഓഫ് എസിൻ്റെ ഇൻവേഴ്സിന് നമ്മൾ കാണിക്കുന്നത് എഫ് സ്റ്റാർ ജി എന്നാണ്. സോ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഈ കൺവല്യൂഷൻ തിയറം എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. നമുക്ക് രണ്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാം. സപ്പോസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി എക്സിസ്റ്റ് ആൻഡ് വി നോ ദാറ്റ് എൽ ഓഫ് എസ് ഈസ് എഫ് ഇൻവേഴ്സ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു ജി ഓഫ് എസ് ഈക്വൽ ടു ജി ഓഫ് ടി. അത് രണ്ടും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എൽ ഇൻവേഴ്സ് എഫ് ഓഫ് എസ് ജി ഓഫ് എസ് ഈസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ലാസ്റ്റ് 2 ഇയറിലും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 2 കൊല്ലവും ചോദിച്ച പ്രോബ്ലമാണ് ഇതിൽ കുറച്ച് പാർട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് തേർഡ്സ്. നിങ്ങളുടെ ഇപ്പോൾ വെക്ടർ കാൽക്കുലസിൽ തേർഡ് മോഡ്യൂളിലുള്ളൊരു പോർഷൻ ഇതിലിത്തിരി പ്രൂഫിൻ്റെ മെത്തേഡിൽ ഇത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് തേർഡ് ഇപ്പം നിങ്ങളത് പഠിച്ചിട്ടില്ല. നിങ്ങൾ അത് ജസ്റ്റ് ഞാനങ്ങോട്ട് പറഞ്ഞിട്ട് ആ പ്രൂഫ് അങ്ങ് ചെയ്യാം. അത് ചെയ്തു വരുമ്പോൾ അതങ്ങ് പറയാം. ബാക്കി നിങ്ങൾക്ക് പ്രൂഫ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒരു പാർട്ട് അത് നല്ലവണ്ണം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വെക്ടർ കാൽക്കുലസിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റഗ്രേഷൻ്റെ പോർഷനിലുള്ള കുറച്ച് ഒരു ഏരിയ, അത് നിങ്ങൾ ചേഞ്ച് ഓഫ് ഓർഡർ എന്നുള്ള പാർട്ട്, അതിൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് മാത്രമാണ് അതിൽ അറിയാൻ പാടില്ലാത്തുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പ്രൂഫാണ് തിയറത്തിൻ്റെ. അപ്പം നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എഫ് ഓഫ് എസിന് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. നമ്മൾ ഇവിടെ എഫ് ഓഫ് എസും ജി ഓഫ് എസും പറഞ്ഞേക്കുന്നത് നമ്മൾ വേറൊരു വേരിയബിളിൽ അവിടെ എഴുതി 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ഈറ്റ എഫ് ഓഫ് ഈറ്റ ഡീറ്റ. ഇനി നമ്മൾ ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് ജി ഓഫ് ടി ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ജി ഓഫ് ടി ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു വേറൊരു വേരിയബിൾ ഇ റേസ് ടു മൈനസ് എസ് ഈറ്റ ജി ഓഫ് ഈറ്റ ഡി ഈറ്റ. So f of s g of s is equal to integral 0 to infinity e raised to minus s eta f theta deta into integral e raised to 0 to infinity e raised to minus s eta g of eta deta. ഇപ്പോൾ ഇവിടെ 2 ഇൻ്റഗ്രൽ ഉണ്ട്. അത് രണ്ടും കൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഇൻ്റഗ്രാൻഡ് ഇവിടെ തൊട്ടാണ് മൾട്ടിപ്പിൾ ഇൻ്റഗ്രേഷൻ്റെ റൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രാൻഡ് ഓഫ് ദ first variable does not depend on the integration variable of the second. We can write f of s g of s as an iterated integral. Therefore f of s g of s equal to integral 0 to infinity g of eta d eta first term integral 0 to infinity അതിൽ e raised to minus s eta എന്നുള്ളത് അപ്പുറത്തോട്ടെടുത്തു. e raised to minus s into സീറ്റ പ്ലസ് ഈറ്റ ഡീറ്റ ഡി സീറ്റ. നൗ നമ്മൾ ആ ബ്രാക്കറ്റിലുള്ള ആ വേരിയബിളിന് സീറ്റ പ്ലസ് ഈറ്റയ്ക്ക് ടി എന്ന് നമ്മൾ വേരിയബിളിൻ്റെ പേര് കൊടുത്തു. ടി ഈസ് ഈക്വൽ ടു സീറ്റ പ്ലസ് ഈറ്റ. സോ സീറ്റ ഈസ് ഈക്വൽ ടു ടി മൈനസ് ഈറ്റ. സോ ഡി ഈറ്റ ഈസ് ഈക്വൽ ടു ഡി ടി. വെൻ ഈറ്റ ഈക്വൽ ടു 0 ടി ഈക്വൽ ടു
ഈറ്റ ആൻഡ് വെൻ സീറ്റ ഈക്വൽ ടു ഇൻഫിനിറ്റി ടി ഈക്വൽ ടു ഇൻഫിനിറ്റി. നമ്മളിവിടെ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ റേഞ്ച് നമ്മൾ മാറ്റണം. അപ്പോൾ ആ റേഞ്ചാണ് ഇവിടുത്തെ ഉണ്ടായിരുന്നത്, 0യും ഇൻഫിനിറ്റി ആയിരുന്നു. അത് നമ്മൾ ചേഞ്ച് വരുത്തുമ്പോൾ ഈറ്റയും ഇൻഫിനിറ്റി ആയിട്ട് മാറും. ദെർഫോർ 1 ബിക്കംസ് എഫ് ഓഫ് എസ് ജി ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ജി ഈറ്റ ഡി ഈറ്റ. ഇൻ്റഗ്രൽ 0 ഈറ്റ ആയിട്ട് മാറി, ഈറ്റ ടു ഇൻഫിനിറ്റി. എഫ് ഓഫ് സീറ്റയ്ക്ക് പകരം സീറ്റ ഈസ് ഈക്വൽ ടു ടി മൈനസ് ഈറ്റ. എഫ് ഓഫ് ടി മൈനസ് ഈറ്റ ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു സീറ്റ പ്ലസ് ഈറ്റ ഈസ് ഈക്വൽ ടു ടി ടി ഡി ടി. സോ ഇനി നമ്മൾ അടുത്ത വേരിയബിൾ ഈറ്റയ്ക്ക് പകരം യു കൊടുക്കുക. സോ ദ ഇക്വേഷൻ ബിക്കംസ് എഫ് ഓഫ് എസ് ജി ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ജി ഓഫ് യു ഡി യു. ഇൻ്റഗ്രൽ ഈറ്റ ടു ഇൻഫിനിറ്റി ആണ്, ഈറ്റയ്ക്ക് പകരം യു ആയപ്പോൾ യു ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി മൈനസ് യു ഡി ഡി ടി. ഇതാണ് ഇക്വേഷൻ 3. അടുത്തത് ഇതിൻ്റെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ പ്ലോട്ട് ചെയ്യുവാണ്. അപ്പം ടി വേരീസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി ആൻഡ് യു വേരീസ് ഫ്രം ടി ടു ഇൻഫിനിറ്റി. അത് രണ്ടും നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്തു. ടി ഈക്വൽ ടു 0യും ടി ഈക്വൽ ടു ഇൻഫിനിറ്റി, യു ഈക്വൽ ടു ടി, യു ഈക്വൽ ടു ഇൻഫിനിറ്റി. ആ 4 ഇതാണ് വരയ്ക്കേണ്ടത്. ഇൻഫിനിറ്റിയുടേത് വരയ്ക്കേണ്ടതില്ല. ബാക്കി അത് വെച്ചിട്ട് റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ കിട്ടും. പിന്നെ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ഇപ്പം നമ്മുടെ വേരിയേഷൻ ഉള്ളതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുക. ബൈ ചേഞ്ചിങ് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ യു വേരീസ് ഫ്രം 0 ടു ടി ആൻഡ് ദിസ് ഓർഡർ ഫ്രം ടി വേരീസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. ഒരു റേഞ്ച് ഫുൾ റേഞ്ച് ഓഫ് വേരിയേഷനാണ് കൊടുക്കുന്നത്. ഒന്നിനാണ് നമ്മൾ പാർഷ്യൽ ലിമിറ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ യു വെർട്ടിക്കൽ സ്ട്രിപ്പിൽ വന്നിരിക്കുന്നത് 0 ടു ടിയും ബാക്കി ഹൊറിസോണ്ടലി അതിന് മാക്സിമം വരാവുന്ന റേഞ്ച് 0 ടു ഇൻഫിനിറ്റി. Therefore f of s g of s equal to integral 0 to infinity e raised to minus st into integral നമ്മൾ ചേഞ്ച് ചെയ്ത ഓർഡറാണ് കൊടുക്കുന്നത് 0 to t f of t minus u g of u dt du dt which is equal to integral 0 to infinity e raised to minus st into നമ്മുടെ ബ്രാക്കറ്റിലുള്ള പാർട്ടീസ് f star g of t which is equal to integral 0 to infinity e raised to minus st into h of t dt which is equal to Laplace transform of h of t. Find the inverse Laplace transform of 1 by s square plus 1 all square using convolution theorem. ഇപ്പോൾ കൺവല്യൂഷൻ തിയറം പറഞ്ഞില്ലെങ്കിലും നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തത് കിട്ടുവാണെങ്കിൽ കൺവല്യൂഷൻ തിയറം വെച്ച് ചെയ്യാം. ഇതിനെ നമുക്ക് രണ്ട് പ്രോഡക്റ്റായിട്ട് എഴുതണം. അപ്പോൾ ലെറ്റ് എഫ് ഓഫ് എസ് ഈക്വൽ ടു 1 by s square plus 1. So f of t is equal to L inverse of 1 by s square plus 1 is equal to sin t. G of s equal to 1 by s square plus 1. So g of t is equal to sin t. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റായിട്ട് അപ്പോൾ L inverse of 1 by s square plus 1 is equal to s square plus 1 all square is equal to L inverse of f of s g of s. നമുക്ക് തന്നിരിക്കുന്നതിന് പ്രോഡക്റ്റായിട്ട് നമ്മൾ എഴുതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇനി കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഈസ് സൈൻ യു ജി ഓഫ് ടി മൈനസ് യു ഈസ് സൈൻ ടി മൈനസ് യു ഡി യു. ഇനി സൈൻ സി സൈൻ ഡി ഫോം അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനായിട്ട് അതിന് സം ഡിസ്റ്റൻസ് ഫോർമുലയിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ സൈൻ സി സൈൻ ഡി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ യു സൈൻ ടി മൈനസ് യു ഡി യു. അപ്പോൾ ഇത് പ്രോഡക്റ്റ് റൂൾ ഡിസ്റ്റൻസ് ഫോർമുലയിലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ സൈൻ സി സൈൻ ഡി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കോസ് സി മൈനസ് ഡി മൈനസ് അപ്പോൾ ഹാഫ് ഇൻറ്റു cos u minus t minus u du minus half into cos
u plus t minus u du. Which is equal to integral 0 to t half into cos u minus t minus u. അപ്പോൾ അതിലെ യുവും ഈ മൈനസ് ഓഫ് മൈനസ് യു ആകുമ്പോൾ 2 ആവും. 2u minus t minus cos u plus t minus u cos t du, which is equal to half into integral cos is sin 2u minus t by 2 minus cos t യുടെ ഇൻ്റഗ്രൽ cos t with respect to u ആണ് is 1. 1ൻ്റെ ഇൻ്റഗ്രൽ u cos t into u from 0 to t, which is equal to half into upper limit t കൊടുത്തു കഴിയുമ്പോൾ 2 sin all divide ഇവിടെ എങ്ങനെ by 2 എന്ന് sin 2u minus t by 2 sin ഇനി t കൊടുത്തു കഴിയുമ്പോൾ 2t minus t. sin 2t minus t is sin t by 2 minus cos t into t, t cos t. 0 കൊടുത്തു കഴിയുമ്പോൾ sin 2u by 2 is 0 minus t is sin minus t is minus sin t by 2. 0 കൊടുത്തു കഴിയുമ്പോൾ ടിക്ക് 0 കൊടുത്തു കഴിയുമ്പോൾ അല്ല യുവിന് 0 കൊടുത്തു കഴിയുമ്പോൾ 0, which is equal to half into sin t by 2 plus sin t by 2 is sin t minus t cos t. half into sin t minus t cos t. അടുത്തത് എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എസ് ആയിട്ട് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എടുക്കാം. സോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് കോസ് എ ടി. ജി ഓഫ് എസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. So g of t is equal to cos bt. So L inverse of s square by s square plus a square into s square plus b square is equal to L inverse of f of t g of t. So by convolution theorem, it is from integral from 0 to t f of u g of t minus u du, which is equal to f of u is cos a u, g of t minus u is cos b into t minus u du. cos c cos d is equal to integrate ചെയ്യാനായിട്ട് സം ആൻഡ് ഡിസ്റ്റൻറ്റ് ഫോർമുലയിൽ നിന്ന് ഹാഫ് ഇൻറ്റു cos c plus d by 2 a u plus b t minus b u cos c plus d plus cos c minus d by 2 ഇല്ല, ഹാഫ് വെളിയിലുണ്ട്. cos a u minus bt plus minus of bt minus bu du, which is equal to integral 0 to t half into cos au minus bu, a minus b into u plus bt plus cos a minus b into u
AU A minus B A plus B into U AU minus BT minus of minus BU plus BU plus minus BT DU. ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ we can take outside half. Integral of cos is sin A minus B into U plus BT plus by A minus B. അടുത്തത് പ്ലസ് കോസിൻ്റെ ഇൻ്റഗ്രൽ sin A plus B into U minus BT minus A plus B from 0 to T. ഇനി അതിനകത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. which is equal to half into നമുക്ക് ആ വാല്യൂസ് ഒന്നുകൂടെ എടുത്തെഴുതാം. sin A minus B into U from 0 to T. ഇനി യുവിന് ടി കൊടുത്തു കഴിയുമ്പോൾ ഹാഫ് ഇൻറ്റു sin A minus B into T plus BT മൈനസ് ബി ടിയും പ്ലസ് ബി ടിയും കൂടെ ക്യാൻസൽ ആവും. sin AT by A minus B. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുത്തു കഴിയുമ്പോൾ യു 0 ആവും മൈനസ് sin BT by A minus B. ഇനി അടുത്ത ടൈമിൽ പ്ലസ് ടി ഈക്വൽ ടു യു ഈക്വൽ ടു ടി കൊടുത്തു കഴിയുമ്പോൾ sin AT plus BT minus BT which is equal to sin AT by A plus B. ഇനി 0 കൊടുത്തു കഴിയുമ്പോൾ sin മൈനസ് ബി ടി വരും which is equal to sin BT. അതിൻ്റെ അകത്ത് മൈനസ് ഓഫ് മൈനസ് ആകുമ്പോൾ പ്ലസ് sin BT by A plus B. You can take so half into A minus B common ആയിട്ട് എടുത്ത് sin AT minus sin BT പ്ലസ് A plus B കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ sin AT plus sin BT. വേണമെങ്കിൽ ഇനി എൽ സി എം എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ വരുന്ന ടേം എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ ടി മൈനസ് സൈൻ ബി ടി. ലാസ്റ്റ് ഈ സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ ടി പ്ലസ് sin BT which is equal to half into denominator is a square minus b square a sin AT plus a sin AT രണ്ട് a sin AT വരും which is equal to 2a sin AT. അടുത്തത് A sin B മൈനസ് എ സൈൻ ബി ടി ഉണ്ട്. ഇപ്പുറത്ത് വരുമ്പോൾ എ പ്ലസ് എ സൈൻ ബി ടി ഉണ്ട്. അത് ക്യാൻസൽ ആവും. അടുത്ത് ബി സൈൻ എ ടി ഉണ്ട്. ബി സൈൻ എ ടി ഉണ്ട് വിച്ച് ഈസ് this is a plus b ഇവിടെ a minus b. so 2b sin AT 2b sin BT അതിൽ 2 ക്യാൻസൽ ബാക്കി ടൈംസ് എല്ലാം ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് 2a sin AT. ആദ്യത്തെ ടൈം a sin AT
പ്ലസ് മൈനസ് എ സൈൻ ബി ടി പ്ലസ് ബി സൈൻ എ ടി മൈനസ് ബി സൈൻ ബി ടി. അതിൽ അടുത്തതിൽ എ സൈൻ എ ടി ഉണ്ട്, രണ്ടും കൂടെ ചേർന്ന് 2a സൈൻ എ ടി ആവും. അടുത്തതിൽ വരുന്നത് ടൈംസ് എല്ലാം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ഇത്രയും ടൈംസ് ഉണ്ടാവുള്ളൂ. ഇതിൽ 2 ക്യാൻസൽ ആവും, ബാക്കിയുള്ളത് which is equal to a sin a t minus b sin b t by a square minus b square.